ഹരി ഓം. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധം 5-ാം അധ്യായം 50-ാമത്തെ ശ്ലോകം മുതൽ. ഇമം ദുപാശൈർവരുണസ്യ ബദ്ധ്വാ 51-ാമത്തെ തഥേധി ഗുരുപുത്രോക്തം അനുജ്ഞായേതമബ്രവീത് ധർമാഹി അസോപദേഷ്ടവ്യ രാജ്ഞാം യേ ഗൃഹമേധിനാം തഥേതി ഗുരുപുത്രോക്തം അനുജ്ഞായേതം അബ്രവീത്. ഗുരുപുത്രോക്തം ഗുരുപുത്രന്മാരുടെ ഉക്തം, അതായത് പറഞ്ഞതിനെ തഥാ ഇതി അനുജ്ഞായ അതുപോലെ തന്നെ മനസ്സിലാക്കി അതുപോലെ അനുസരിച്ച് ഇതം അബ്രവീത് ഇങ്ങനെ പറഞ്ഞു. ഗൃഹമേധിന ഗൃഹസ്ഥാശ്രമികളായ രാജാക്കന്മാർക്ക് യയധർമ്മ യാതൊരു ധർമ്മങ്ങളാണോ പറയപ്പെട്ടിരിക്കുന്ന ആ ധർമ്മങ്ങൾ അവന് ഉപദേശിക്കപ്പെടുവാൻ യോഗ്യങ്ങളാകുന്നു. ആ ഗുരുപുത്രന്മാരുടെ വാക്കിനെ അനുമതിച്ച ശേഷം അവരോട് ഇതുപോലെ ഈ പ്രകാരം പറഞ്ഞു. ഗൃഹസ്ഥാശ്രമങ്ങളായ ആൾക്കാരെ രാജാക്കന്മാരായി അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു. ഹരിയോ ഹരിയോം. ധർമ്മമർത്ഥം ച കാമം ച നിതരാം ച അനുപൂർവശഃ പ്രഹ്ലാദായോ ചതുരാജൻ പ്രശ്രിതാവനതായ ച. ധർമ്മം അർത്ഥം ച കാമം ച നിതരാം ച അനുപൂർവശഃ പ്രഹ്ലാദായോചതു. പ്രഹ്ലാദായ ഉചതു ആണ് പ്രഹ്ലാദായ ഓചതു ആയത്. രാജൻ പ്രശ്രിതാവനതായ ച. ധർമ്മമർത്ഥം കാമം അത് മാത്രമേ ഉള്ളൂ അസുരന്മാർക്കുള്ള പുരുഷാർത്ഥങ്ങൾ. 4 അവർക്ക് 3 ഉള്ളൂ. മോക്ഷം അവർക്ക് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ ക്രമത്തിൽ അനുപൂർവശഃ നിരന്തരം പ്രശ്രിതനും അവനതനുമായ പ്രഹ്ലാദനായിക്കൊണ്ട് ഊചതുഹു ഭജിച്ചു പറഞ്ഞു എന്നാണ് അർത്ഥം. അല്ലാതെ രാജാവേ, ഇങ്ങനെയൊക്കെ കൽപ്പിക്കപ്പെട്ട ഗുരുപുത്രന്മാർ രാജാക്കന്മാർക്ക് വേണ്ടതായ അസുര രാജാക്കന്മാർക്ക് വേണ്ടതായ ധർമ്മ അർത്ഥ കാമങ്ങളെ 3 ധർമ്മ അർത്ഥം കാമങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ മാത്രം ഒന്നിനെ യോജിപ്പിച്ചുകൊണ്ട് നിരന്തരമായിട്ട് ഉപദേശിച്ചു കൊടുത്തു. വളരെ അച്ചടക്കത്തോടും താഴ്മയോടും ഒക്കെ ഗുരുവിനെ കൂടി പ്രഹ്ലാദൻ അവർക്ക് അധീനനായും ഇരുന്നു. അവർ ആ ഗുരുക്കന്മാരെ ഒരു നിന്ദിക്കുകയോ ഒന്നും ചെയ്തില്ല. വളരെ ശാന്തനായിട്ടും വളരെ അനുസരണയുള്ള കുട്ടിയായിട്ടും ആ ഗുരുവിൻ്റെ മുമ്പിൽ പ്രഹ്ലാദൻ ഇരുന്നു. ഒരു സത്ശിഷ്യൻ, ഒരു സത്തായിട്ടുള്ളൊരു എന്നുവെച്ചാൽ നല്ല ശിഷ്യൻ, നമ്മൾ പറയില്ല നല്ല കുട്ടി എന്ന്, ആ നല്ല കുട്ടിയായ ആ ശിഷ്യൻ ആചാര്യന്മാരോട് എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് ആ നിലയിലായിരുന്നു. അല്ലാതെ അധിക പ്രസംഗമൊന്നും ഇല്ലായിരുന്നു. പ്രഹ്ലാദൻ അദ്ദേഹം ആചാര്യൻ പറയുന്നത് തെറ്റാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ പ്രഹ്ലാദൻ്റെ ഉള്ളിലൊരു സത്യം കിടപ്പുണ്ട്. അത് മാത്രമേ പ്രഹ്ലാദൻ മനസ്സിലാക്കുന്നുള്ളൂ. ഭഗവാനോടുള്ള പൂർണ്ണമായ ആ വിശ്വാസം പ്രഹ്ലാദനിലുണ്ടായിരുന്നു. യഥാത്രിവർഗം ഗുരുഭിർ ആത്മനെ ഉപശിക്ഷിതം ന സാധുമേനെ തശിഷാം ദ്വന്ദ്വാരാമോപവർണിതം. ദ്വന്ദ്വങ്ങളിൽ രമിക്കുന്ന ഒരാൾ ഉപവർണിക്കപ്പെട്ടത് എന്നാണ് രമിക്കുന്നതെന്ന്. ദ്വന്ദ്വാരാമോ അവിടെ ഉദ്യാനം എന്നുള്ള അർത്ഥത്തിൽ രമിക്കുന്ന ആരാമോ. ദ്വന്ദ്വാരാമോപവർണിത. ഗുരുക്കന്മാരിൽ വളരെ വിനയവും അനുസരണയും ഉള്ളവനായിരുന്നു. അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, അവരഭ്യസിപ്പിച്ച ധർമ്മ അർത്ഥകാമങ്ങൾ എന്ന 3 പുരുഷാർത്ഥങ്ങളും മനസ്സിലാക്കിയെന്നിരിക്കട്ടെ. പക്ഷേ രാഗദ്വേഷങ്ങളാകുന്ന ദ്വന്ദ്ങ്ങളിൽ അത്യന്തം രമിക്കുക എന്ന അവർ ചെയ്യുന്ന ഉപദേശം നിർദോഷമാണെന്നാകട്ടെ പ്രഹ്ലാദൻ വിചാരിച്ചില്ല. പ്രഹ്ലാദൻ അത് തെറ്റാണെന്നോ ശരിയാണെന്നോ ഒന്നും പറയാനേ പോയില്ലെന്ന്. അങ്ങനെ ത്രിവർഗം എന്ന് പറഞ്ഞാൽ ഈ അർത്ഥം കാമം മോക്ഷം. ധർമ്മം അർത്ഥം കാമം. മോക്ഷമില്ല, മോക്ഷം അവർക്കില്ല. ഗുരുഭിരാത്മനെ ഉപശിക്ഷ്യതം ന സാധുമേനെ തത് ശിക്ഷാം അവരുടെ ശിക്ഷയെയും എന്നുവെച്ചാൽ പഠിപ്പിക്കലിനെയും ദ്വന്ദ്വാരാമോപവർണിതം ഒന്നും അതിനെക്കുറിച്ച് ചിന്തിച്ച് അത് നിർദോഷമാണെന്ന് ഒന്നും ചിന്തിച്ചില്ല. അവർ പറയുന്നത് തെറ്റാണെന്നോ ശരിയാണെന്നോ ഒന്നും പറയാൻ പോയില്ല.
യഥാചാര്യ പരാവൃത്തോ ഗൃഹമേധീയ കർമ്മസു വയസ്യേർബാലകൈസ്തത്ര സ്വോപഹൂതകൃതക്ഷണൈ യഥാചാര്യപരാവൃത്തോ ആചാര്യൻ മടങ്ങിപ്പോവുകയും ഉചിതമായ ഗൃഹത്തിൻ്റെ വ്യാപാരങ്ങളിൽ പ്രസക്തനാകുകയുമൊക്കെ ചെയ്തപ്പോൾ അവസരം ലഭിച്ചിരിക്കുന്ന അതായത് ഈ ഗുരു ഇടയ്ക്കൊക്കെ ഇത് പറഞ്ഞു കൊടുത്തിട്ട് പോകും, കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞിട്ട് പശുവിനെ കറക്കാനും പശുവിന് പുല്ല് പറിക്കാനും അല്ലെ പരിരക്ഷിക്കാനും വീട്ടിലെ ഗൃഹകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വന്ന ഗുരുകുല വിദ്യാഭ്യാസമാണല്ലോ. അപ്പം അവിടെ നിന്ന് പഠിക്കുന്ന അല്ലെങ്കിൽ അവിടെ വന്ന് പഠിപ്പിക്കുന്നതാണെങ്കിലും വേറെ കാര്യങ്ങളിൽ അദ്ദേഹത്തിനൊരു കുടുംബമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യത്തിനൊക്കെ വ്യാപരിക്കാനായിട്ട് പോകുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം അടുത്തിരുന്ന കൂട്ടുകാരെയൊക്കെ കൂടെ കൂടി ചുറ്റുമിരുന്ന് വേറെ പരിപാടി തുടങ്ങി. ഇവിടെ ചെറിയ ട്യൂഷൻ ക്ലാസ് തുടങ്ങി. ബാലന്മാരാൽ സ ഉപഹൂത അവരോട് അവരെ അരികത്തേക്ക് വിളിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അടുത്തേക്ക് വിളിച്ചു, ഉപഹാന അകത്തേക്ക് വിളിച്ചിട്ട് പ്രഹ്ലാദൻ പതുക്കെ പറയാൻ തുടങ്ങി. അടുത്ത പരിപാടി ഇതാ. അധതാൻ ശ്ലക്ഷ്ണയാ വാച പ്രത്യാഹൂയ മഹാബുധ ഉവാച വിദ്വാൻ തന്നിഷ്ഠാം കൃപയാ പ്രഹസന്നിവ. പിന്നീട് അനന്തരം തന്നിഷ്ഠം അവരുടെ സ്ഥിതിയെ, അവരുടെ ആ അറിവിനെ വിദ്വാൻ അറിഞ്ഞിരിക്കുന്ന മഹാജ്ഞാനി ആയ താൻ അവരെ പ്രത്യാഹ്വാനം ചെയ്തിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്താ പറഞ്ഞ ആഹ്വാനം ചെയ്യുന്നു വരാൻ പറയുക. ആഹ്വാനം ചെയ്തിട്ട് കൃപയാ ദയ കാരണം പ്രഹസൻ ഹസിക്കുന്നുവോ എന്ന് തോന്നുമാറ് ശ്ലക്ഷ്ണയാ വാച വളരെ മൃദുവായ ശ്ലക്ഷ്ണയാ വാച എന്ന് പറഞ്ഞാൽ വളരെ മൃദുവായ വാക്കോടുകൂടി ഉവാച പറഞ്ഞു. ഉവാച വിദ്വാൻ തന്നിഷ്ഠാം, കണ്ടോ, അവരുടെ സ്ഥിതിയെ അറിഞ്ഞിരിക്കുന്ന ആ ജ്ഞാനി ഈ മൃദുവായ വാക്കുകളോട് അവരെ അടുത്തേക്ക് വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു. തേതു തദ് ഗൗരവാത് സർവേ ത്യക്തക്രീഡാപരിച്ഛദാഃ ബാലാന ദൂഷിതധിയോ ദ്വന്ദ്വാരാമേരിതേഹിതൈഃ. അത് ആ വാക്ക് പറഞ്ഞു പഠിക്കുകയല്ലാതെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ദ്വന്ദ്വങ്ങളിൽ രമിക്കുന്നവരുടെ ഈരിതങ്ങൾ എന്ന് വെച്ചാൽ ഉപദേശങ്ങൾ ഈഹിതങ്ങളാലും അതായത് ഓരോ പ്രവൃത്തി വ്യാപാരങ്ങളാലും ദൂഷിക്കപ്പെടാത്ത ബുദ്ധിയോട് കൂടിയവരായ അല്ലയോ ബാലന്മാരെ. ആ ബാലന്മാരെല്ലാവരും പര്യുപാസ ചുറ്റിയിരുന്നു ഇത് കേൾക്കാനായിട്ടുള്ള ആ വ്യഗ്രതയോടുകൂടി. പ്രഹ്ലാദൻ നല്ല മിടുക്കനാണെന്നൊക്കെ അവർക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനമുള്ളതുകൊണ്ട് ആ ബാലന്മാരെല്ലാം രാജാവിൻ്റെ മകനുമല്ലേ, കളിക്കോപ്പുകളെല്ലാം ഉപേക്ഷിച്ചിട്ട് പ്രഹ്ലാദൻ്റെ ചുറ്റുമിരുന്നു. അസുര വംശന്മാരാണെങ്കിലും ബാലന്മാരായതുകൊണ്ട് കുട്ടികളല്ലേ, അതുകൊണ്ട് അവർക്ക് ഈ രാഗദ്വേഷ ദ്വന്ദ്വങ്ങളിൽ യുക്തന്മാരായവരുടെ ഉപദേശവും പ്രവൃത്തികളും നിമിത്തം ഇവരുടെ ബുദ്ധി ദുഷിച്ചിട്ടില്ല. കുഞ്ഞുങ്ങളായതുകൊണ്ട് ഒന്നും ഒരു പ്രത്യേകതയും വന്നിട്ടില്ല, അവർക്ക് വരാൻ തുടങ്ങുന്നല്ലേ ഉള്ളൂ. ദ്വന്ദ്വാരാമേരിതേഹിതൈഃ, ആ വാക്കൊന്ന് പാത്രം പഠിച്ചാൽ മതി. എല്ലാ ദ്വന്ദ്വങ്ങളിൽ രമിക്കുന്നവരുടെ ഉപദേശങ്ങൾ അവരെ ദുഷിപ്പിക്കാത്ത ബുദ്ധിയോട് കൂടിയവരാക്കി തീർത്തിരുന്നു. അവർക്ക് ദുഷിപ്പൊന്നും ഇല്ലായിരുന്നു ഈ കുട്ടികൾക്ക്. പര്യുപാസത രാജേന്ദ്ര തന്യസ്ഥഹൃദയക്ഷണാഹ താനാഹ കരുണോ മൈത്രോ മഹാഭാഗവതോ സുരഹ. അല്ലയോ രാജശ്രേഷ്ഠ, തന്യസ്ഥഹൃദയക്ഷണ, അവനിൽ വയ്ക്കപ്പെട്ട ഹൃദയത്തോടും ഈക്ഷണത്തോടും കൂടിയവരായിട്ട്, ഈക്ഷണം എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാടോടും കൂടിയവരായിട്ട് ചുറ്റുമിരുന്നു. വളരെ മിത്രഭാവത്തോടും കൂട്ടുകാരനോടുള്ള ഭാവത്തോടും കരുണയോടും മഹാഭക്തനായ അസുരഹ, ഈ അസുരൻ ആഹാ പറഞ്ഞു, താൻ ആഹാ അവരോട് പറഞ്ഞു. പര്യുപാസത രാജേന്ദ്ര തന്യസ്ഥഹൃദയക്ഷണാഹ താൻ ആഹ കരുണോ മൈത്രോ മഹാഭാഗവതോ സുരഹ. ഇതാണ് 57-ാമത്തെ ശ്ലോകം കൊണ്ട് ഇത് തീരുകയാണ്. അങ്ങനെ എന്താ പറഞ്ഞതെന്ന് ഇനിയും പറയും, അടുത്ത അധ്യായത്തിൽ പറയും. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം സപ്തമസ്കന്ധേ പ്രഹ്ലാദാനുചരിതേ പഞ്ചമോധ്യായഃ.